ഗുഡ് മോർണിംഗ്. ഇന്ന് 27ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇക്വാലന്റ് ഫ്രാക്ഷൻസിന്റെ തുടർച്ചയാണ് സമാന ഭിന്നങ്ങൾ. അപ്പോൾ സമാന ഭിന്നങ്ങളുടെ തുടർച്ചയാണ് നമ്മളിന്ന് ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാന ഭിന്നങ്ങൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് 5ൽ 3 സമാന ഭിന്നം കണ്ടുപിടിക്കാൻ നമ്മൾ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്നു. ഉദാഹരണത്തിന് 5ൽ 3 നമ്മൾ 4 കൊണ്ട് ഗുണിച്ചാൽ, അതേപോലെ 5നെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 4 3 12, 5 4 20 ആണ്. അപ്പോൾ ഇവിടെ 5ൽ 3 അതിന്റെ സമാന ഭിന്നമാണ് 20, 12. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 5ൽ 3 സമാന ഭിന്നം 20ൽ 12 ആണെങ്കിൽ 20ൽ 12 നമ്മൾ ചെറുതാക്കിയാൽ 5ൽ 3 കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, 5ൽ 3 ഭിന്നസംഖ്യയായ അംശമായ 3ഉം 20ൽ 12 ഛേദം 20ഉം തമ്മിൽ ഗുണിച്ചിട്ട്, അതേപോലെ 5ൽ 3 ഛേദമായ 5ഉം 20ൽ 12 12 തമ്മിൽ ഗുണിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 3 2 6 60 സമം 5 5 60. ഇതാണ് ഇക്വലന്റ് ഫ്രാക്ഷന്റെ ഒരു പ്രത്യേകത. സമത്തിന് ഇടതുവശവും വലതുവശവും തുല്യമായി. അപ്പം വേറെ കണക്കൂടെ നമുക്ക് നോക്കാം. 8ൽ 7 സമം. അപ്പൊ ഇതിന്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ നമുക്ക് 2 കൊണ്ട് നോക്കാം. 7 ഗുണം 6 കൊണ്ട് നോക്കാം. 8 ഗുണം 6. അപ്പോൾ 6 7 42, 6 8 48. അപ്പോൾ 8ൽ 7 ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് ഏത്? 48ൽ 42. അപ്പോൾ ഇതിനെ ചെറുതാക്കിയാൽ 8ൽ 7 കിട്ടും. അപ്പോൾ നമ്മൾ പഠിച്ചു, ഒരു സമാന ഭിന്നം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അംശത്തെയും ഛേദത്തെയും നമ്മൾ ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കാം. 48ൽ 42നെ നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. 2 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 42 ഡിവൈഡഡ് ബൈ 2 ബൈ 48 ഡിവൈഡഡ് ബൈ 2. 42നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 ബൈ 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24. വീണ്ടും നമ്മൾ അതിന് ചെയ്യുന്നു 21 ബൈ 24. വീണ്ടും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 കൊണ്ട് ചെയ്യാം. അപ്പോഴത്തോട്ടും 21 ഡിവൈഡഡ് ബൈ 3, 24 ഡിവൈഡഡ് ബൈ 3 സമം 7 ബൈ 8. 8ൽ 7. അപ്പൊ ഇതാണ്. അപ്പം അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ഒരു ഭിന്നസംഖ്യയുടെ സമാന ഭിന്നം അഥവാ ഇക്വലന്റ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. 7/8 ഈസ് ഈക്വൽ ടു 42/48. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്താ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ 7 × 48 സമം 8 × 42. 7 8 56 6 5 7 4 28 5 33. 8 2 16 6 1 8 4 32 33 ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ സമാന ഭിന്നത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സംഖ്യകളെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അവയുടെ സമത്തിന്റെ ഇടതുവശവും വലതുവശവും തുല്യമായിരിക്കും. അപ്പൊ നമുക്കിതൊരു ഇക്വേഷൻ ഫോമിൽ എഴുതിയാൽ, a/b എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയും c/d എന്ന് പറയുന്ന മറ്റൊരു ഭിന്നസംഖ്യയും. അപ്പൊ ഈ രണ്ട് ഭിന്നസംഖ്യകൾ എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ അത് രണ്ടും ഈക്വൽ ആണ്, തുല്യമാണ്. അങ്ങനെയെങ്കിൽ a × d ഈസ് ഈക്വൽ ടു b × c ആയിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില കണക്കുകൾ ചെയ്തു വരുമ്പോൾ, ഉദാഹരണത്തിന് 4ൽ 3 സമം ഭിന്നസംഖ്യ എഴുതുമ്പോൾ നമ്മൾ കണക്ക് എഴുതാണ്. ഇതിന്റെ ഒരു 5 3 15 ബൈ 5 4 20 നമ്മൾ നേരത്തെ കണക്കാം. അപ്പൊ ഇവിടെ ഈ ഛേദം നമുക്ക് ക്യാൻസലായി പോകുന്ന ഒരു പ്രത്യേകതയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നോക്കാം. ഇപ്പൊ ഇതൊരു ഭിന്നസംഖ്യയൊക്കെ 2 ഭിന്നസംഖ്യയിൽ ഛേദം ക്യാൻസലായി പോകും. എങ്ങനെ എഴുതുന്നത്? 3 × 20 സമം
4×15. അപ്പോൾ ചേർവില്ല. അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞ ഒരു സമവാക്യ രൂപത്തിൽ പറഞ്ഞത്. എന്താ? A/B = C/D ആണെങ്കിൽ A×D = B×C ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്ന വേറെ സംഭവം, ഉദാഹരണത്തിന് 18/12 എന്ന് പറയുന്നൊരു ഭിന്നസംഖ്യ. ഈ 18/12 എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ ചെറിയ രൂപം, അതായത് ലഘുവായ രൂപം എന്ന് പറയുന്നത്, അല്ലെ സിംപ്ലസ്റ്റ് ഫോം, അല്ലെ ലോവസ്റ്റ് ഫോം എന്ന് പറയുന്നത് നമുക്ക് നോക്കാൻ എന്താണ്. അപ്പൊ ഇതിനെ നമ്മൾ ഹരിക്കണം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അംശത്തെയും ജയത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ച് നമുക്ക് കൊണ്ടുവരാം. ക്യാൻസലേഷൻ കണക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻസലേഷൻ പഠിക്കുന്നുണ്ട്. ആ ക്യാൻസലേഷൻ എന്ന് പറയുന്നതും ഈ പറയുന്ന മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം, ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമുക്ക് ചെയ്ത് നോക്കാം. 12/18 രണ്ടിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കാം, 6 2 12, 9 2 18. വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ 3 2 6, 3 9. 3 2 6, 3 കൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ. 3 2 6, 3 9. സോറി, 3 2 6, 3 9. അപ്പോൾ നമുക്ക് എന്താ കഴിയും? 3 2. അപ്പോൾ 18/12 ഏറ്റവും ചെറിയ ഫോം ഏതാണ്? 3 2. ഇതാണ് എൻ്റെ ലീസ്റ്റ് ഫോം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഒരു ഭിന്നസംഖ്യയുടെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറഞ്ഞാൽ 3/2. ഈ 3/2 1 എന്ന് പറയുന്ന കോമൺ ഫാക്ടർ അല്ലാതെ, ഒന്നെന്ന് പറയുന്ന പൊതു ഘടകമല്ലാതെ മറ്റൊരു ഘടകവും ഇല്ല. ഒന്നുകൂടെ പറയാം. 3/2 എന്ന് പറയുന്ന ഭിന്നസംഖ്യക്ക് 1 എന്ന് പറയുന്ന പൊതു ഘടകമല്ലാതെ മറ്റൊരു ഘടകം ഇല്ല. അങ്ങനെ ഉള്ള ഭിന്നസംഖ്യകളാണെന്ത്? ആ തരത്തിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് ഇതിന്റെ ലീസ്റ്റ് ഫോം. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റത്തില്ല. എന്നാൽ 18/12 എന്ന് നമ്മൾ നേരത്തെ 18/12 എന്ന് പറയുന്ന സംഖ്യക്ക് ഇതൊരു ലീസ്റ്റ് ഫോം അല്ല, അതിന്റെ ചെറിയ രൂപമല്ല, അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം അല്ല, അത് സ്റ്റാൻഡേർഡ് ഫോം അല്ലത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണതിന്? ഇതിനെ ചെറിയ രൂപത്തിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്തതാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കി? നമ്മളിവിടെ 2 കൊണ്ട് ഹരിച്ച് വെട്ടിയാണ് വന്നത്. അപ്പൊ നമുക്കിതിനെ HCF കണ്ടു നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചതാണ് എന്താണ് HCF. അപ്പൊ നേരത്തെ പഠിച്ച HCF നമുക്കിവിടെ ഉപകാരപ്രദമായി മാറുകയാണ് ചെയ്യുന്നത് കണക്കിനകത്ത്. നോക്കാം. അപ്പൊ 2 സംഖ്യയും വെട്ടാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 6 2 12, 9 2 18. അപ്പൊ കോമൺ ഫാക്ടർ 2 ആയി. അടുത്ത വീണ്ടും നോക്കാം. 6നെ 9നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് നമുക്ക് 3 2 6, 3 9. അങ്ങനെ വരുമ്പോൾ 3 2 6 നമ്മുടെ HCF എത്രയാണ് ഇവിടെ? HCF എന്ന് പറയുന്നത് 2 × 3 = 6. അപ്പൊ 12നെയും 18നെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഇവിടെ. 12 ഡിവൈഡഡ് ബൈ 6, 18 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ 3/2. അപ്പോൾ 18/12 ഏറ്റവും ചെറിയ ഫോം ഏതാണ്? 3/2. നോക്കാം. ഈ ലാസ്റ്റ് വന്ന ഈ സംഭവം എടുത്ത് എഴുതിയാൽ മതി. 3/2. ഒരു കണക്കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 16/20. അപ്പൊ 16/20 ലീസ്റ്റ് ഫോം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ഫോം നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇനി 20/16 എന്ന് പറയുന്ന സംഖ്യക്ക് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പം ലീസ്റ്റ് ഫോം ആകുമ്പോൾ ഒന്നല്ലാതെ വേറെ ഘടകങ്ങളില്ല. അപ്പൊ നമ്മൾ ചെറിയ ഫോമിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പോവുക? 16/20 എന്ന് പറയുന്നതിന്റെ HCF കണ്ടുപിടിക്കുക. രണ്ടിനെയും കോമൺ ആയിട്ട് വെട്ടാൻ പറ്റുന്ന സംഖ്യ 2 ആണ്. 8 2 16, 5 2 20. വീണ്ടും 2 കൊണ്ട് 4 2 8, 5 2 10. അപ്പൊ നോക്കിയേ, ഇവിടെ HCF എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ HCF എത്രയാണ്? 4 ആണ്. അതായത് 2 2 4. അപ്പൊ ഈ 4 നമ്മൾ എഴുതാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് എന്റെ ലീസ്റ്റ് ഫോം എഴുതാം. എന്താണ്? 20ന്റെ 5 ആണ്. അപ്പൊ 5/4. അപ്പൊ 5/4 ഒന്നല്ലാതെ വേറെ പൊതുഘടകം ഇല്ലാത്തത് കൊണ്ട് 20/14 ഏറ്റവും ലീസ്റ്റ് ഫോമാണ് 5/4. മാത്രമല്ല ഈ 5/4 ഒന്നല്ലാതെ വേറെ പൊതുഘടകം ഇല്ല. അതുകൊണ്ട് ഇതിനെ നമുക്കിനി ചെറുതാക്കാനേ പറ്റത്തില്ല. അപ്പം ഏതൊരു ഭിന്നസംഖ്യ കിട്ടിയാലും അതിന്റെ ലീസ്റ്റ് ഫോമിലാണ് നമ്മൾ കണക്ക് കൊണ്ട് ചെയ്തു വെക്കുന്നത്. അപ്പം
നമ്മൾ സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോഴായാലും ശരി, അല്ലാതായാലും ശരി, നമ്മൾ മത്സര പരീക്ഷകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പം ഒരു ഭിന്നസംഖ്യ കിട്ടിയാൽ അതിൻ്റെ ലീസ്റ്റ് ഫോം ആയിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസറിൽ എഴുതി വെക്കുക. അപ്പോൾ ലീസ്റ്റ് ഫോം എങ്ങനെയാണ് കിട്ടുന്നത്? അതിൻ്റെ HCF കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്ന നമ്പർ ഇതെടുത്തങ്ങ് എഴുതാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ 4 കൊണ്ട് 16 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും, 20 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നമ്മുടെ ഇക്വലൻ്റ് ഫ്രാക്ഷനകത്ത് നമുക്ക് ഫ്രാക്ഷനിൽ നമുക്ക് ഈ 2-3-4 കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.